എങ്ങനെയുണ്ട് ഇന്നത്തെ ലൈവ് എപ്പിസോഡും നെഗറ്റിവിറ്റി അറ്റ് ദ പീക്ക്. അതായത് ഒറ്റ എണ്ണം പോലും ഇല്ല, സത്യമായിട്ടും ഒറ്റ എണ്ണം പോലും ഇല്ല ഒരു ബിഗ് ബോസ് ഗെയിമർ എന്ന് പറയാനുള്ള യോഗ്യത പോലും ഉള്ളത്. സത്യമായിട്ടും കുറച്ച് PR-ഉം കുറച്ച് ഫെയിം ഉണ്ടെങ്കിലോ കുറച്ച് പൈസ ഉണ്ടെങ്കിലോ ഈ ബിഗ് ബോസിൽ നിന്ന് പോകാമെന്ന് തെളിയിക്കുന്ന കുറച്ച് പേരും കൂടിയുണ്ട്. അതിന്റെ തെളിവാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്ന സംഭവങ്ങളും സോഷ്യൽ മീഡിയയിൽ കാണുന്ന കമന്റുകളും എല്ലാം. പിന്നെ ഞാൻ കമന്റ് ബോക്സ് ഓഫാക്കി വെക്കാനുള്ള കാരണവും ഇത് തന്നെയാണ്. PR-ഉം ഫെയിമും പൈസയൊക്കെ ഉണ്ടെങ്കിൽ ബിഗ് ബോസിൽ നിലനിന്ന് പോകാൻ പറ്റുമോ? ഈ നാടകങ്ങൾ, അതായത് ഒരാൾ പോലും ഇന്ന് എന്താണ് അവിടെ നടന്നത് ആ വീട്ടിൽ? ഫുൾ നെഗറ്റിവിറ്റി. ഇതാണോ ബിഗ് ബോസ് ഷോ? നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ബിഗ് ബോസ് ഷോ? ആ ജിൻഡോ നമ്മളിപ്പോ എല്ലാരും പറഞ്ഞല്ലോ ജിൻഡോ കൊള്ളൂലാന്ന്. ഞാൻ പറയട്ടെ, ആ ഷോ നടന്നുകൊണ്ടിരുന്നപ്പോ, കഴിഞ്ഞ സീസൺ നടന്നുകൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നുന്നു ഇത്രയും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഷോ നടന്നുകൊണ്ട് സീസൺ 6-നകത്ത് പുള്ളിക്കാരൻ ഷോയ്ക്കകത്ത് ഇത്രയും പ്രശ്നം ആരും ഉണ്ടായിരുന്നില്ല. നമുക്ക് കുറച്ച് കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും സാധാരണ ഒരു ഷോയിൽ നടക്കുന്ന നെഗറ്റീവ്. പക്ഷെ ഇതുപോലെ അമ്മോ, സത്യമായിട്ടും ഞാൻ പറയാണ്, ഇവര് എന്തുദ്ദേശിച്ചാണ് ഈ ഷോയിലേക്ക് പോയേക്കണമെന്ന് ഒരു പിടിയുമില്ല. പേഴ്സണൽ ഗ്രഡ്ജ്, വെറുപ്പ്, പക, വിദ്വേഷം, അസൂയ, കുശുമ്പ്, പരദൂഷണം, ഇനി എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ടോ അതെല്ലാം ചാർത്തി കൊടുക്കാൻ പറ്റിയ ഒത്ത കുറച്ച് എണ്ണം അതിനകത്ത് കിടക്കുകയാണ്. ഇതിൽ ആര് വിന്നറാകും? നിങ്ങൾ പറ, ആര് വിന്നറാക്കണം? എന്തായിരുന്നാലും ഒരാൾ വിന്നറാവും. പക്ഷെ എന്നാലും ഇന്ന് നടന്ന സംഭവ വികാസങ്ങൾ ഞാൻ ചോദിക്കട്ടെ. ഇന്നുള്ള എല്ലാവരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. പക്ഷെ ഇത് തുടക്കം കുറിച്ചത് ഞാൻ പറയട്ടെ, ഈ 3 ക്യാപ്റ്റന്മാരും അല്ലേ തുടക്കം കുറിച്ചത്? ഈ 3 ക്യാപ്റ്റന്മാരുടെ മണ്ടത്തരം, ആര്യൻ, നിവിൻ ആൻഡ് അക്ബർ, ഈ 3 പേരും കാണിച്ച ആന മണ്ടത്തരം. ആരെങ്കിലും ക്യാപ്റ്റൻസി കിട്ടിയാൽ സ്വന്തമായിട്ട് കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുക്കൂ? അവിടെ കിടന്ന് ചത്ത് ഫുൾ ടാസ്കും ചെയ്തിട്ട് ഇവിടെ വന്ന് കിടന്ന് പണിയെടുത്ത് ചാവയാണ് അവര്. ഇത്രയും മണ്ടത്തരം ആരെങ്കിലും ചെയ്യോ? എന്നിട്ടോ ഈ വീട്ടുകാർ മൊത്തം ഈ ക്യാപ്റ്റന്മാർക്കെതിരുമായി. സമയത്തിന് ഭക്ഷണം കൊടുക്കാൻ ഇന്നലെ പറ്റിയില്ല, പക്ഷെ ഇന്ന് സമയത്തിന് ഭക്ഷണം കൊടുത്തു. പക്ഷേ എന്താണ്, അവരെ എങ്ങനെയെങ്കിലും ജയിലിലേക്ക് വിടാനുള്ള കളികളാണ് നടക്കുന്നത്. പക്ഷെ ജയിലിലേക്ക് വിടാൻ പറ്റുമോ? ഇന്ന് നിവിൻ എന്താണ് കാണിച്ചു കൂട്ടിയത്? അവിടെ എന്ത് വൃത്തികേടുകളാണ് കാണിച്ചു കൂട്ടിയത്? പക്ഷെ ഒരു കാര്യമുണ്ട്, നിവിൻ പറഞ്ഞ പോയിന്റുകൾ ഒരിക്കലും ഒരു വ്യക്തിയെ ജെൻഡർ വെച്ച് നമുക്കൊരിക്കലും അയാളെ ഇതാക്കാൻ പറ്റില്ല. നമ്മൾ അയാളെ ക്യാരക്ടർ വെച്ചാണ് അളക്കേണ്ടത്, അല്ല ജെൻഡർ വെച്ചിട്ട്. ആണാണോ നീ, എന്ത് ആണാടാ നീ, എന്ത് പെണ്ണാടാ. പിന്നെ ഷാനവാസിന്റെ പോടി വിളി നിവിനെ ഇതൊന്നും കാണിച്ചിട്ടില്ല. കാണിക്കാത്ത കുറേ സംഭവങ്ങളുണ്ട്, എല്ലാം പറയാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം ആൻഡ് ഹൈപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ബിഗ് ബോസ് എപ്പിസോഡിൽ കാണിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്നത്തെ അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് ഇപ്പൊ 81 ദിവസമായി, ഇനി കുറച്ച് ദിവസങ്ങളും കൂടെ ബാക്കിയുള്ളൂ. അപ്പൊ ഇനിയും ഇതിങ്ങനെ ഞാൻ പറയണത്, ലാലേട്ടാ ഒന്നും പറയണ്ട. നിങ്ങൾ ഒന്ന് ഈ ശനിയാഴ്ച വന്ന് നിങ്ങൾ ഒന്നും പറയണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാമോ? എന്തെങ്കിലും വല്ല മറ്റേ ബലൂൺ ഗെയിമോ അല്ലെങ്കിൽ ആരാണ്, അതും വേണ്ട. നിങ്ങൾ ഒന്നും പറയണ്ട. നിങ്ങൾ സന്തോഷത്തോടെ ഇവരുടെ അടുത്ത് കളി ചിരി തമാശകളും പറഞ്ഞ് നിങ്ങൾ വന്നാൽ മതി ലാലേട്ടാ. കാര്യം നിങ്ങൾ എന്തിനാണ് ചീത്ത കേൾക്കുന്നത്? PR-കളുടെ ആ ഒരു കമന്റ് സെക്ഷൻ മൊത്തം ആ പ്രൊമോയിൽ ലാലേട്ടനെ ചീത്ത വിളിക്കുകയാണ്. എന്തിന് ആരെ ജയിപ്പിക്കാനാണ് നിങ്ങൾ ഈ ചീത്ത വിളിക്കുന്നത്? ആരെ ജയിപ്പിക്കാൻ, ആരെ ഇതാക്കാനാണ്? കൂടിപ്പോയ ഒരു 6 മാസം ഉണ്ടാവും ഈ ഫെയിമും ഇതുമൊക്കെ. ഇനി പിന്നെ ഇപ്രാവശ്യം ഇറങ്ങുന്നവരുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം ഇതിൽ പല എക്സ്പോസ് വേറെ ആരും ആയിട്ടുമില്ല. ആരെ ജയിപ്പിക്കാനാണ് ഈ തത്രപ്പാട് വിടുന്നത്? ഈ ഫാൻസും PR-ഉം ഇതൊക്കെ എത്ര കാലം ഉണ്ടാവും ഇനി? ഈ കാണിച്ചു കൂട്ടുന്നതും ഇതെല്ലാം ഇനി. അതുകൊണ്ട് ഞാൻ ലാലേട്ട വെച്ചവസാനിപ്പിക്ക്, വേണ്ട. നമുക്ക് ഇവരെ നന്നാക്കിയ ഒന്നും വേണ്ട. എങ്ങനെയെങ്കിലും കളിച്ച് എങ്ങനെയെങ്കിലും ജയിച്ച് ആരെങ്കിലും വിന്നറായിട്ടൊന്ന് പോ, അത്രേ പറയാനുള്ളൂ. സത്യം പറയാം, അത്ര നെഗറ്റിവിറ്റിയുടെ പൂരം എന്ന് പറഞ്ഞാൽ ഫാൻസുകാരും കണക്ക്, PR നെഗറ്റീവ്, കണ്ടസ്റ്റൻസിന് നെഗറ്റീവ്, വീടിനകവും നെഗറ്റീവ്, എല്ലാം നെഗറ്റീവ്. ഇതാണോ നമ്മുടെ ബിഗ് ബോസ് ഷോ? ഭയങ്കര മോശം. സത്യം പറഞ്ഞാൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഫാൻസ് ഉള്ളവർ വേഴ്സസ് ഫാൻസ് ഇല്ലാത്തവർ. ഫാൻസ് ഉള്ളവർ എന്ത് തെറ്റ് ചെയ്താലും അതിന് കൊട പിടിക്കാനും അതിന് ഇതാക്കാനും അയ്യോ പാവം പിടിക്കാനും ആൾക്കാരുണ്ട്. ഈ ഫാൻസ് ഇല്ലാത്തവർ ശരി ചെയ്താലും തെറ്റ് ചെയ്താലും കണക്ക് തന്നെയാണ്, അവരുടെ കാര്യം കട്ടപ്പോക. ഇവരെ നമ്മൾ പിന്നെ ഇടയ്ക്കൊരാളുണ്ട്, ആരെന്നറിയാം, സാബുമാൻ. പുള്ളിക്കാരനെ എന്താണ് ഞാൻ മറുവോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി. പുള്ളിക്കാരനായിരിക്കും ഏറ്റവും കൂടുതൽ ഇവിടെ സൈബർ അറ്റാക്ക് നേരിടാൻ പോണത് പുറത്തിറങ്ങിയ ശേഷം. കാര്യം പുള്ളിക്കാരനെ വെച്ചിട്ടാണ് ബാക്കിയുള്ളവരെയൊക്കെ ഔട്ടാക്കണത്, വോട്ട് കൊടുത്തിട്ട്. അൺഡിസർവിംഗ് ആയിട്ടുള്ള വോട്ടൊക്കെ ഇങ്ങോട്ട് കൊടുക്കും, എന്നിട്ട് ഔട്ടാക്കും. കഷ്ടം, അത് അതിനെക്കാട്ടിയും കഷ്ടം. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസം നടക്കുമോ? അപ്പൊ ഇന്ന്
തുടക്കം തൊട്ട് നമുക്ക് 3 ക്യാപ്റ്റന്മാരെ വെച്ച് തുടങ്ങാം. ആര്യൻ, നിവിൻ ആൻഡ് അക്ബർ, ഈ 3 പേരെയും ക്യാപ്റ്റൻ ആക്കി. ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് 7ന്റെ പണിയാണ് ബിഗ് ബോസ് കൊടുത്തതെന്ന്. 7ന്റെ ഒരു ഫേവറിസമിന് ഒരു മണ്ണാങ്കട്ടയില്ല. ഈ ആഴ്ച മൊത്തം അവരവിടെ കിടന്ന് ഉരുകുന്നു. എന്ത് ഫേവറിസം, ഇമ്മ്യൂണിറ്റി ഇല്ല. അവിടെ കിടന്ന് ഈ സത്യം മണ്ടത്തരം കാണിച്ച ആരെങ്കിലും ക്യാപ്റ്റൻസി കിട്ടിയ നമ്മൾ കിച്ചൺ ഡ്യൂട്ടി ആയിട്ട് എടുക്കൂ? ഈ മണ്ടന്മാർ 3 പേരും കൂടെ കിച്ചൺ ഡ്യൂട്ടി ആയിട്ട് എടുത്തിരിക്കുന്നു. എന്നിട്ട് എന്താ, ഇപ്പം കഷ്ടപ്പെട്ട് ടാസ്ക് ചെയ്ത് ജയിച്ചിട്ട് വന്നിട്ട് അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ട അവസ്ഥയായി അല്ലേ? പണിയെടുത്തിട്ടോ വല്ല വിലയുണ്ടോ? അതും ഇല്ല. ഇപ്പൊ ആദിലിരുന്ന് പറഞ്ഞു പട്ടിയുടെ വിലയേ ഉള്ളത്, പട്ടിയുടെ വില പോലും ഇല്ല എന്നാണ് ആദില പറയുന്നത്. അത്ര വില പോലും ഇല്ലാതെ ആയി കളഞ്ഞു അല്ലേ? അപ്പൊ ആദിലെ നൂറെ അവരെ ഒന്നും പറയാൻ പറ്റില്ല, ഫാൻസ് ഒക്കെ ഉള്ള ആൾക്കാരല്ലേ, അതുകൊണ്ട് അവർ നല്ലവര്. അപ്പൊ ഇവര് കഷ്ടം അല്ലേ, അവരവിടെ കിടന്ന് പണിയെടുക്കും. അപ്പൊ അവരുടെ ആന മണ്ടത്തരമാണ് അത്. ആദ്യം തന്നെ കിച്ചൺ ഡ്യൂട്ടി എടുത്ത് തലയിൽ വെച്ചു. സുഖമായിട്ട് ആ ഷാനവാസിനോ ആ കിച്ചണിൽ കയറാൻ വേണ്ടി അവിടെ ആഗ്രഹിച്ച് നിൽക്കുന്ന അനുവിനോ ഇതുവരെ കിച്ചണിനകത്ത് കയറാത്ത ആദിലേക്കോ നൂറയ്ക്കോ ഒക്കെ കൊടുത്തുകൂടെ കിച്ചൺ ഡ്യൂട്ടി? അവർക്ക് കൊടുക്കായിരുന്നല്ലോ. വെറുതെ മണ്ടത്തരം കാണിച്ച് ഉള്ള പണിയെല്ലാം തലയിലെടുത്ത് വെച്ചു. ഇനിയുള്ളത് ഇന്ന് എപ്പിസോഡിൽ കട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. രാവിലെ ഇന്നലെ അവർ ചെയ്ത മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഇവർക്ക് കിച്ചൺ ഇതാക്കാൻ അറിയില്ല. രാവിലെ ഫുഡ് കൊടുത്തു ഇന്നലെ ക്യാപ്റ്റന്മാർ, രാവിലെ ഫുഡ് കൊടുത്തിട്ട് പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡിൻ്റെ ഇടയിൽ ടാസ്ക് വന്നത് കാരണം ഇവരുടെ ഫുഡ് 6:30-7 മണിക്കാണ് ഇവർ കഴിച്ചത്. അതായത് ഉച്ചയ്ക്കത്തെ ഫുഡ് ഇവർക്ക് കൊടുത്തത് വൈകുന്നേരം 6:30 അവർക്ക് കൊടുത്തത്. രാത്രിയല്ല, വൈകുന്നേരം 6:30 ഇവർക്ക് ഫുഡ് കൊടുത്തത്. അങ്ങനെ 6:30-7 മണി സമയത്ത് അവർ ഫുഡ് കഴിച്ചു. ഉച്ചയ്ക്കത്തെ ഫുഡും കഴിച്ച് ഇവർ പോയി കിടന്നു. തക്കാളി ചോറും കഞ്ഞിയും പയറും ഒക്കെ ഉണ്ടായിരുന്നു രാത്രിത്തേക്ക്. പക്ഷെ ഇവരാരും മിണ്ടിയില്ല. കാര്യം ഈ ക്യാപ്റ്റന്മാർ കയറിയ അന്ന ദിവസം തൊട്ട് ഷാനവാസും പെങ്ങളുകുട്ടിമാരുടെയും പ്ലാന് ഇവർ 3 പേരെയും ജയിലിലാക്കണം. എങ്ങനെയെങ്കിലും അക്ബറിനെയും ആരിനെയൊക്കെ ജയിലിലാക്കാനുള്ള പ്ലാൻ, നിവിനെയൊക്കെ ജയിലിലാക്കാനുള്ള പ്ലാൻ ഇവർക്കുണ്ട്. അതാണ് ഷാനവാസിന് പുട്ടിന് പീരയിട്ട പോലെ ജയിലിലേക്ക് പറഞ്ഞു വിടണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസാനം ജയിൽ കാണൂല ഈ ആഴ്ച, ടിക്കറ്റ് ഫിനാലെ ഉള്ളതുകൊണ്ട്. അതാണ് നടക്കാൻ പോണത്. അപ്പം നോക്കാം. അപ്പം ജയിലിലേക്ക് പറഞ്ഞു വിടണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായിരുന്നാലും ആ ഒരു സംഭവം നടന്നു. അപ്പോൾ തലേ ദിവസത്തെ ഫുഡ് അവർക്ക്, അപ്പോൾ രാവിലെ എണീറ്റ് അവർക്ക് ഭയങ്കര വിശപ്പ്. രാത്രി അവർ ചോദിച്ചതുമില്ല. രാവിലെ 6:30 എണീറ്റിട്ട് നൂറയും നമ്മുടെ ആദിലയും കൂടെ പാലെടുത്ത് കുടിച്ചു. അതൊന്നും കാണിച്ചിട്ടില്ല എപ്പിസോഡ്. BB+ കാണിക്കുമോ എന്തോ. പാലെടുത്തിട്ട് കുടിച്ചു. പാല് കുടിച്ച ശേഷം അനീഷ് ചോറ് കഴിച്ചു. അപ്പോൾ ഇവർ അപ്പോഴേ ഈ കിച്ചൺ ക്യാപ്റ്റൻസിനെതിരായിട്ട് നിൽക്കുകയാണ്. കാര്യം എങ്ങനെയെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കണം. അവരുടെ ഭാഗത്തും കിച്ചൺ ക്യാപ്റ്റൻ്റെ ഭാഗത്തും തെറ്റാണ്. 2 നേരെ കൊടുത്തുള്ളൂ. സോ അനീഷിനെ അവരെന്തായാലും ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ അനീഷും പറഞ്ഞു 2 നേരം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫുഡ് കിട്ടുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ രാവിലെ മോർണിംഗ് സോങ്ങിന് ശേഷം നൂറയും ആദിലെ കളത്തിലിറങ്ങി കളിക്കാൻ തുടങ്ങി. അപ്പം ആര്യൻ പറഞ്ഞു രാവിലെ 8 മണിക്ക് നമ്മൾ എങ്ങനെ ഫുഡ് ഉണ്ടാക്കും, നിങ്ങൾക്ക് ചായ വെച്ച് തരാം, നമ്മളിപ്പോൾ എന്തായാലും ഫുഡ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായി വഴക്കായി. അങ്ങനെ കിച്ചണിലെ 3 ക്യാപ്റ്റന്മാരും കൂടെ ചേർന്ന് രാവിലെ ദോശയും കറിയും, പരിപ്പ് കറിയോ പയറ് കറിയോ എന്തോ ഉണ്ടാക്കി അവർക്ക് കൊടുത്തു. 10 മണിക്ക് മോർണിംഗ് ആക്ടിവിറ്റിക്ക് മുന്നേ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. ലൈവിൽ നടന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് കഴിഞ്ഞ ശേഷം ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നൂറയ്ക്കും ആദിലേക്കും ഒന്ന് വയർ ഓൾറെഡി നിറഞ്ഞ് അവർക്ക് വേണ്ട, അയ്യോ എനിക്ക് മതി, അവർ കഷ്ടപ്പെട്ടാണ് കുത്തിക്കയറ്റത്, അവർക്ക് അത്ര വിശപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഗ്യാസ് കയറി പാല് കുടിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ നിവിൻ ഈ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ബ്രെഡും പാലും കൂടെ എടുത്ത് കഴിച്ചു. അതൊക്കെ വളരെ നിവിൻ്റെ ഭാഗത്തുനിന്ന് നിവിൻ അറിഞ്ഞുകൊണ്ട് കളിക്കുന്നതാണ് കേട്ടോ. ഔട്ട് ആവണമെങ്കിൽ ഔട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കളിക്കുന്നത്. കാര്യം എല്ലാവർക്കും ഈ PR ടീമിൻ്റെ കാര്യമൊക്കെ മനസ്സിലായി. ഇനി എന്ത് കളിച്ചാലും എങ്ങനെ കളിച്ചാലും പുറത്ത് നെഗറ്റീവ് ആണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതാണ് നിവിനൊക്കെ ഇങ്ങനെ അറിഞ്ഞ് ആർമാടി അങ്ങ് കളിക്കുന്നത്. എന്തായാലും നെഗറ്റീവാണ്, ഇനിയിപ്പോൾ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ ശേഷം ഇവിടെ ദോശ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷാനവാസ് പറഞ്ഞുകൊണ്ട് ഇവരെ ജയിലിലിടണം എന്നുള്ളത്. അത് കഴിഞ്ഞ് ഉച്ചയൂണ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു നേരത്തെ തന്നെ. ടാസ്ക് വരും എന്ന് വിചാരിച്ച് ഒരു കറി മതിയെന്ന് നിവിൻ പറയാണ്. ഒരു കറിയിൽ പല ദിവസങ്ങൾ ഇവർ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഇന്ന് ഷാനവാസ് ഒരു പോയിന്റ് ആയിട്ട് എടുക്കുകയാണ് നിവിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട്. അങ്ങനെ നിവിനെ ഇവിടെ ഭയങ്കരമായിട്ട് ഷാനവാസ് മാസ് കാണിക്കുന്നു. നിവിൻ്റെ മുന്നിൽ ഭയങ്കരമായി മാസ് കാണിക്കുന്നു. പക്ഷേ ഷാനവാസ് നിവിനെ പോടിയെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് വിളിക്കുന്നതിൽ ഒരു വിഷമം ഉണ്ടായില്ല. അതിന് പുള്ളിക്കാരൻ ഉറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പോടിയെന്ന് വിളിക്കുന്നതൊന്നും ഇന്ന് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. പക്ഷേ ആ വിളി അത്ര ശരിയുള്ള വിളിയല്ല. അത് ജെൻഡർ വിളിയാണത്, അത് ശരിയായിട്ടില്ല. പക്ഷേ ബാക്കിയൊക്കെ ഷാനവാസ് ഒന്ന് മാസാക്കിയിട്ടുണ്ട്. ആ ഷാനവാസ് മാസാക്കിയത് കാരണം നിവിൻ ഇന്ന് 2, അതായത് ഒരു തോരനും കൂടെ അഡീഷണൽ ഉണ്ടാക്കി, അതായത് ചോറിൻ്റെ കൂടെ. അങ്ങനെ അവർ ചോറ് കഴിച്ചു. അത് കഴിഞ്ഞ് നിവിൻ്റെ ക്രൂവൽറ്റി നമുക്ക് ആ ഒരു തോരൻ മതി എന്നുള്ള രീതിയിൽ നിവിൻ ഇന്ന് നെഗറ്റീവ് ആവാൻ തുടങ്ങുകയാണ്. നിവിൻ നെഗറ്റീവ് ആവുന്നുണ്ട് ആ കാര്യത്തിൽ. അത് കഴിഞ്ഞിട്ട് കറി ഉണ്ടാക്കി അവർ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചു. ആരും ഇതിൻ്റെ ഇടയിൽ കൂടെ ആദിലെ നൂറേനെ സോപ്പിടാൻ വേണ്ടി പോയി, ജയിൽ നോമിനേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ആരും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആകെ ഇന്ന് പണിയെടുത്തിരുന്നത് കിച്ചണിലെ ആൾക്കാർ മാത്രമാണ്. അനീഷ് രാവിലെ ബാത്റൂം കഴിയുമെന്ന് പറയുന്നു, അറിയത്തില്ല. എന്തായാലും ഇന്ന് പണിയെടുത്തത് മൊത്തം കിച്ചൺ ക്യാപ്റ്റന്മാരായ 3 പേര്, അതായത് വീട്ടിലെ ക്യാപ്റ്റന്മാരെ 3 പേരെ ഇന്ന് പണിയെടുത്തിട്ടുള്ളൂ. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ടാസ്ക് നടക്കുന്നത്. ആ ടാസ്കിൽ ആരും ജയിക്കുന്നു. നൂറ ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരും തൊട്ട് പറയും തന്നെയുണ്ട് 2 പോയിന്റ് വ്യത്യാസത്തിൽ. അതിനകത്തും ആ
ടാസ്കിൻ്റെ ഇടയിൽ പരസ്പരം അങ്ങോട്ടും പക വീട്ടലും എനിക്ക് അറിഞ്ഞൂടാ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ടിക്കറ്റ് ഫിനാലെ കളിക്കാമെന്ന് ഞാൻ ആദ്യം കണ്ടു. ഷാനവാസും അനീഷും എന്തോന്ന് അതിനകത്തു നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിക്കുന്നു. ഒരു നിയമം, ഒരു റൂള് പറയുമ്പം അതായത് പേഴ്സണൽ ഗ്രഡ്ജ് കാണിക്കാൻ വേണ്ടിയിട്ട് നിവിൻ പോയിട്ട് അനുവിൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നു, ആദില അക്ബറിൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നു, അനുവും നിവിനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിക്കുന്നു. എന്ത് ടിക്കറ്റ് ഫിനാലെ, എന്ത് ബിഗ് ബോസ്, എന്ത് ഷോ! ഇവരുടെ പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാനാണെങ്കിൽ ഇവരെ വേറെ വല്ലയിടത്തും കൊണ്ടിട്ടിട്ട് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു തീർക്കട്ടെ. നമുക്ക് ഇവരുടെ പേഴ്സണൽ ഗ്രഡ്ജ് കണ്ട് നെഗറ്റീവ് അടിക്കേണ്ട ഷോ അല്ലേ ഇത്. നമുക്ക് ഇവരുടെ പേഴ്സണൽ ഗ്രഡ്ജ് കാണേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിവിടെ എന്റർടൈൻമെന്റിന് വേണ്ടി ഇരിക്കുന്നതാണ്, ടി വിയും തുറന്നു വെച്ചിട്ട്. അല്ലാണ്ട് ഇവർ തമ്മിൽ അടികൂടുന്നതും ഉള്ള സന്തോഷവും കളഞ്ഞ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിവൈരാഗ്യവും പകയും കുശുമ്പും അസൂയയും ഇതൊന്നും തീർത്ത് കാണാൻ നമുക്ക് താല്പര്യമില്ല. ഇതൊരു 100 സീരിയൽ ഒന്നിച്ച് കണ്ട പോലെയാണ് ഒരു എപ്പിസോഡ് കാണുന്നത്. ഒരു 100 സീരിയൽ, ഒരു 100 മെഗാ സീരിയൽ ഒന്നിച്ച് കണ്ടാൽ എങ്ങനെ ഇരിക്കും? ആ അവസ്ഥയാണ് ഈ ഒരു ഒറ്റ എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ലൈവ് എന്നെയൊക്കെ സമ്മതിക്കണം, വയ്യ. അത്രയ്ക്ക് കണ്ടുകൊണ്ടിരുന്ന് മതിയായി നെഗറ്റിവിറ്റി. അത് കഴിഞ്ഞാണ് പിന്നെ ആ സംഭവം നടക്കുന്നത്. അതായത് അവിടെ വെറുതെ കിടന്ന അനുവാണ്. അനുവിനെ അനു എണീറ്റ് കിടക്കുകയാണ്. എണീറ്റ് കിടക്കണ അനുവിൻ്റെ മുഖത്ത് എന്തിനാണെന്ന് വെള്ളം തെളിച്ചത് അതെനിക്കറിയത്തില്ല. ഞാൻ ഇനി എത്ര നിവിൻ്റെ ഭാഗത്ത് തെറ്റെന്ന് പറഞ്ഞാലും എന്നെ വന്ന് കിടന്ന് ഭയങ്കര ചീത്തവിളിയും ബഹളമാണ്. എനിക്ക് അറിഞ്ഞൂടെ എന്തിനാണെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, PR ഉണ്ടെങ്കിലേ ജയിക്കാൻ പറ്റുള്ളൂ. ഈ PRും ഫാൻസുകാരും ഇല്ലാത്ത നല്ലൊരു ബിഗ് ബോസ് നമുക്ക് എപ്പോൾ കാണാൻ പറ്റും? നമുക്ക് എപ്പോൾ കാണാൻ പറ്റും ഇതൊന്നും ഇല്ലാത്തൊരു ബിഗ് ബോസ്? ഒരിക്കലും നടക്കില്ലല്ലേ. ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ ഈ ബിഗ് ബോസുകളൊക്കെ? എന്ത് വൃത്തികേടുകൾ കാണിച്ചാലും. എന്നിട്ട് നിവിൻ അവിടെ പോയിട്ട് അനുവിൻ്റെ മുഖത്ത് വെള്ളം തെളിക്കുന്നുണ്ട്. അപ്പോൾ അനുവിന് ദേഷ്യം വന്ന് നിവിനെ ഫിസിക്കലായിട്ട് നിവിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പം എന്നിട്ട് അനുവും ബോട്ടിലുള്ള വെള്ളം നിവിൻ്റെ ദേഹത്ത് കളിക്കുന്നുണ്ട്. അത് തെറ്റാണ് അനു കാണിച്ചത്. എന്നിട്ട് നിവിൻ അവിടെ പാത്രത്തിൽ വെള്ളം നിറച്ച് അനുവിൻ്റെ ബെഡിൽ കൊണ്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതും തെറ്റാണ്. അത് കഴിഞ്ഞ ശേഷം അനു അവിടെ കരയാൻ തുടങ്ങുന്നു. അത് കഴിഞ്ഞ് ആ ബെഡിൽ കിടക്കുന്നില്ല. ഏറ്റവും കോമഡിയായ രംഗം എന്ന് പറഞ്ഞാൽ 2-3 ബെഡ് അവിടെ ഒഴിഞ്ഞു കിടക്കുക. എന്നിട്ട് ആ കുട്ടി പോയിട്ട് തറയെ പോയിട്ട് പിങ്ക് സോഫയുടെ അടിയിൽ കിടക്കുന്നത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കോമഡി ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ PR ടീംസിന് എടുത്തിട്ട് പാട്ടൊക്കെ ഇട്ടിട്ട് മറ്റേ സിമ്പതി സോങ് ഒക്കെ ഇട്ടിട്ട് കുറേ പാട്ടൊക്കെ ഉണ്ടാക്കാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അത് കാണിച്ചത് വെറുതെ അത് ആവശ്യമില്ലാത്തൊരു കാർഡ് ഇറക്കിയതുപോലെ എനിക്ക് തോന്നി. ആവശ്യമില്ലാത്ത കാർഡ്. പിന്നെ അവിടെ ഫ്രണ്ടിൽ ഗാർഡൻ ഏരിയയിൽ പോയി ഒറ്റപ്പെട്ടിരിക്കുന്ന കണ്ടായിരുന്നു. പക്ഷെ അതധികം ക്ലിപ്പ് വന്നില്ല. ആ ക്ലിപ്പ് വരാത്ത കാരണം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ അവിടെ പോയി ഒറ്റപ്പെട്ടിരുന്നു. ആ സമയത്ത് ഇവിടെ ആദിലയും നൂറയും അക്ബറും ഒക്കെ കൂടെ വഴക്കായി. അത് കാരണമാണ് ആ ക്ലിപ്പ് വരാത്തത്. അവിടെ 2-3 മണിക്കൂർ പോയി ഒറ്റപ്പെട്ടിരിപ്പുണ്ടായിരുന്നു. പക്ഷെ അത് എടുത്തില്ല. ഇനി അത് കഴിഞ്ഞ ശേഷം നിവിൻ ഇവിടെ അനുവിൻ്റെ അടുത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അത് എപ്പിസോഡിൽ വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ ലൈവിനകത്ത് അർത്ഥമുള്ള കുറേ കാര്യങ്ങൾ അനുവിന് എഗൻസ്റ്റായിട്ട് നിവിൻ പറഞ്ഞു. അതെല്ലാം കാര്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒരു ക്യാരക്ടർ, അയാളെ ക്യാരക്ടർ ജെൻഡർ വെച്ചിട്ട് അനു ഇവിടെ നിവിനെ പല രീതിയിൽ ജെൻഡർ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. ജെൻഡർ ഷെയിം ചെയ്യുന്നുണ്ടായിരുന്നു അനു നിവിനെ പല രീതിയിലും. അതിനെല്ലാം ഒരു മറുപടി നിവിൻ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അനുവിൻ്റെ മോശമായ ഗെയിം, അതിനെക്കുറിച്ചെല്ലാം മറുപടി ഇന്നത്തെ ലൈവിൽ നിവിൻ കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഭാഗത്ത് നോക്കുമ്പോൾ നിവിൻ്റെ ഭാഗത്ത് ശരിയായിട്ട് തോന്നും. പക്ഷെ നിവിൻ അനുവിനോട് ചെയ്തത് തെറ്റാണ്. ആ വെള്ളം കോരി ഒഴിക്കണ്ടായിരുന്നു, മനസ്സിലായില്ലേ? പക്ഷെ നിവിൻ പറഞ്ഞ പോയിന്റുകൾ, അനുവിൻ്റെ അടുത്ത് പറഞ്ഞ പോയിന്റുകളെല്ലാം, അനു കളിച്ച ഗെയിം, ജെൻഡർ അതായത് ജെൻഡറായിട്ട് ഒരാളെ മോശം പറയുക. നീ ആണാണോ, നീ പെണ്ണാണോ, ചെവിയിൽ കമ്മലിട്ട് കിടക്കുന്നു, നിക്കറിട്ട് നടക്കുന്നവൻ നീയാണോ, ജട്ടിയില്ലാതെ കിടക്കുന്നു, പിന്നെന്താണ് തലയിൽ മുടി വളർത്തുന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന ഏതർത്ഥത്തിലാണ് ഇതൊക്കെ പറയുന്നത്? എന്തർത്ഥത്തിലാണ് ഇതൊക്കെ പറയുന്നത്? സോ അവിടെയാണ് നിവിൻ്റെ ഭാഗത്ത് ഞാൻ ശരിയെന്ന് പറഞ്ഞത്. ഇനി അടുത്തത്, അത് കഴിഞ്ഞ ശേഷം പിന്നെ നടക്കുന്നത് അക്ബറും ആര്യനും വന്ന് പറയുന്നത് നിങ്ങൾ ഡ്യൂട്ടി ചെയ്യണമെന്ന് പറയുന്നു. പക്ഷേ അക്ബറിന് എഗൻസ്റ്റ് ആയിട്ട് അവിടെ ആദിലയും നൂറയും സാബുമാൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ അങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണ്, അവൻ ചതിയനാണ്, അവൻ്റെ മുതലക്കണ്ണീരാണ്, അങ്ങനെ. ആ സമയത്ത് ഈ 3 ക്യാപ്റ്റൻസ് അവിടെ പണിയെടുക്കുകയാണ്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ചെയ്തോ തിരികൊളുത്തിക്കോ, ഏറ്റവും മോശം ക്യാപ്റ്റൻസി ആയിരിക്കണം, ഏറ്റവും വൃത്തികെട്ട ക്യാപ്റ്റൻസ് ആയിരിക്കണം എന്നുള്ള ഇത് കൊണ്ടുവരാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നത് പോലെയാണ് പിന്നെയുള്ള ഗെയിമുകൾ നമുക്ക് മനസ്സിലാവുന്നത്. അതെ, അത് കഴിഞ്ഞ് അവിടെ ആര്യനും അക്ബറും വന്ന് പറയുമ്പോഴും നൂറ പറയുന്നത് പറ്റില്ല, മനസ്സില്ല ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഇവർ ചപ്പാത്തി ഉണ്ടാക്കി വെക്കുന്നു. അത് കഴിഞ്ഞ് ഈ നിവിൻ പറയാണ് അവർക്ക് ഫുഡ് കൊടുക്കണ്ട, ഇവർ ഡ്യൂട്ടി ചെയ്തിട്ട് കൊടുത്താൽ മതി, നമുക്ക് എല്ലാവർക്കും കൂടെ ആദ്യം കഴിക്കാം, പക്ഷേ ഇവരെല്ലാവരും ഡ്യൂട്ടി ചെയ്തിട്ട് കഴിക്കാം, നമ്മളിവിടെ കിടന്ന് പണിയെടുത്തിട്ട് അവരവിടെ വെറുതെ ശരിയാണ്, അവരവിടെ വെറുതെ ഇരിക്കുകയാണ്, അവരാരും ഒരു പണിയെടുത്തിട്ടില്ല. ടാസ്ക് കഴിഞ്ഞ് വന്നിട്ട് അക്ബറും ആര്യനും നിവിനുമാണ് പണിയെടുത്തത്, ബാക്കിയുള്ള ആരും ഇന്ന് ഹൗസ് ഡ്യൂട്ടി ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ മാത്രം എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ്
പിന്നെ അവിടെ നൂറ പറയുന്നത് പോയിട്ടൊരു അതിന് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ ഇട്ടിട്ട് വാ, നാരങ്ങ വെള്ളം എടുക്ക്, മുട്ടപ്രശ്നം, ഇങ്ങനെയൊക്കെ അതായത് പ്രശ്നം ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അവസാനം ഒരു മെഡിസിൻ കാർഡ് എടുത്തിടുന്നു, എനിക്ക് നിങ്ങളുടെ ഫുഡ് വേണ്ട, നീ കഴിച്ചോളാൻ പറയുന്നു, കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോകുന്നു. പിന്നെ കാണുന്നത് അനുവിൻ്റെ ആ പിങ്ക് സോഫയുടെ അടിയിലുള്ള കിടപ്പ. അപ്പോൾ ഇതൊക്കെ എവിടം വരെ എന്താണ് നമുക്ക് ആരാ വോട്ട് കൊടുക്കേണ്ടത്? നമ്മൾ ആർക്കാ വോട്ട് കൊടുക്കേണ്ടത്? ഇതൊക്കെ കണ്ടിട്ട് ജനങ്ങൾ ആർക്ക് വോട്ട് കൊടുക്കണം? നിങ്ങൾ പറ. കമൻസ് കണ്ട് വോട്ട് കൊടുക്കണോ? എന്ത് കണ്ട് വോട്ട് കൊടുക്കണം? പറ. ഇതൊക്കെ ഈ നാടകങ്ങൾ കണ്ട് വോട്ട് കൊടുക്കണോ? അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്ലെയർ ആരാണ് ഇതിനകത്ത്? പറഞ്ഞേ നിങ്ങൾ. ഇതിനകത്ത് ഏറ്റവും നല്ല പ്ലെയർ, ഗെയിമർ. എനിക്ക് ഗെയിമറിനൊന്നും കാണാൻ പറ്റുന്നില്ല. എനിക്ക് ഒരു കൂട്ടം ആൾക്കാർ മാർക്കറ്റിൽ കിടന്ന് അടികൂടുന്നതായിട്ടാണ് തോന്നുന്നത്. എനിക്കിനകത്ത് ഗെയിമേഴ്സിനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. സത്യം പറയാം, ഒരു ഗെയിമറും ഇല്ല ഇതിനകത്ത്. ഫുൾ പേഴ്സണൽ വെറുപ്പും വിദ്വേഷവും അസൂയയും കുശുമ്പുമാണ്. അല്ലാതെ ഇവിടെ ഒരു ഗെയിമും നടക്കണില്ല, ഒരു ഗെയിമേഴ്സും ഇതിനകത്തില്ല. സത്യം മനസ്സിലായോ? ടാസ്കിനകത്ത് നൂറയും ആര്യനും നന്നായിട്ട് ചെയ്തു, അത് മാത്രം മതിയോ? ബാക്കി ഇത്രയാണ് മെയിൻ എനിക്ക് പറയാനുള്ള കാര്യം. എനിക്കിനകത്ത് ഒരു ഗെയിമേഴ്സിനെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം നമുക്ക് ഓരോരുത്തർ കാര്യങ്ങൾ പറയാം. ബാക്കിയുള്ളവർ നമുക്ക് നോക്കാം. ഇന്ന് രണ്ടൊക്കെ പാട്ടായിരുന്നു. അയ്യോ എന്തുവാടേ, പറയുമ്പോൾ തന്നെ നെഗറ്റിവിറ്റി പറയുമ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയടാ. സത്യമാണ്, ഇത് ആദ്യത്തെ സീസണാണ്. എനിക്ക് സീസൺ 4 എനിക്ക് ഭയങ്കരമായ അറ്റാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ സീസൺ 4 കഴിഞ്ഞ് എനിക്ക് ഈ സൈബർ അറ്റാക്കും ഈ എന്നെ ചീത്ത വിളിക്കണമെന്ന് എനിക്കൊന്നും തോന്നിയിട്ടില്ല സത്യമായിട്ടും. കാര്യം ഞാൻ അതിൻ്റെ പീക്കായിരുന്നു സീസൺ 4 ഞാൻ അനുഭവിച്ചത്. എനിക്കെതിരെ വീഡിയോസ് ഇടുക, എനിക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ വീട്ടുകാരെ പറയാം. എനിക്ക് ഇപ്പം എന്നെ കൊച്ചിനെ പറഞ്ഞാൽ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. സത്യമായിട്ടും എനിക്ക് വിഷമം വരും. ബാക്കിയൊന്നും എനിക്ക് എന്നെ പറയാനൊന്നും എനിക്ക് എത്ര വീഡിയോ ഇടുന്നു എനിക്കെതിരായിട്ട്, ഒരു ദിവസം എത്ര വീഡിയോ ഇടുന്നതെന്നറിയാം എനിക്കെതിരായിട്ട് ഓരോരുത്തർ. എനിക്ക് ചിരിയാ വരണത് കാണുമ്പം. കാര്യം ആരെയോ വെളുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അവർ, PR പൈസയും മേടിച്ചിട്ട്. പക്ഷേ ഈ സീസണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് മതിയായി സത്യമായിട്ടും. ഞാൻ പിന്നെ തുടങ്ങിപ്പോയി, ഞാൻ ഇത് തീർക്കണം. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഈ ടിക്കറ്റ് ഫിനാലെയും കഴിഞ്ഞ് എനിക്ക് സത്യം പറഞ്ഞാൽ പഴയ കണ്ടസ്റ്റൻസിനെയൊക്കെ കാണാൻ കൊതി. എനിക്ക് ജിസേലിനെയും ആ രേണുസുധീനെയൊക്കെ കാണാൻ കൊതി. എനിക്ക് അപ്പാനിനെയൊക്കെ കാണാൻ തോന്നുന്നു സത്യമായിട്ടും. എനിക്ക് അവരെയൊക്കെ കാണാൻ തോന്നുന്നു. എനിക്ക് അറിയത്തില്ല എനിക്ക് എന്താന്ന്. എനിക്ക് മതിയായെന്ന് പറഞ്ഞാൽ ദേവി ഇവർക്ക് എന്തെങ്കിലും ടാസ്ക് കൊടുക്ക് 24 മണിക്കൂറും. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വായടച്ചിരിക്കുമല്ലോ എല്ലാവരും. സത്യം ഹൊറിബിൾ. ഇതിൽ കണ്ട് നമുക്ക് ആരെ ഇഷ്ടപ്പെടാനാണ്? ഇഷ്ടപ്പെടല, നമുക്ക് വെറുപ്പാ തോന്നുന്നത് ഇവരോടൊക്കെ. ഇവർ എന്ത് കാണിക്കാനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? ഫെയിം കാണിക്കാനോ? ഫെയിം കിട്ടി. പക്ഷെ ഫെയിമിൻ്റെ ഒപ്പം നിങ്ങൾ എന്താ കൊണ്ടുപോകുന്നത്? ഇവർ ബിഗ് ബോസ് ഇവർക്ക് ഇതിനങ്ങോട്ട് വർക്കൊക്കെ വേണ്ടേ? ഇവർ എന്താ കളിക്കുന്നത്? ലാലേട്ടൻ വന്ന് ഒന്നും പറയണ്ട. ലാലേട്ടാ നിങ്ങൾ എന്തേ വന്നു കിടന്ന് വേറെ പണിയൊന്നുമില്ല. അയ്യേ പറയാൻ പറ്റിയ ഐറ്റംസ് ഞാൻ ഒന്നും പറയും സത്യമായിട്ടും. പറയാൻ പറ്റിയ ആൾക്കാർ ഇവർ എന്ത് പറയാനാണ്? ഡേ 1 തൊട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് പേഴ്സണലായിട്ട് കളിക്കരുത്, വൃത്തികേടുകൾ പറയരുത്, ഒന്നും ചെളിവ്. പക്ഷെ കേൾക്കോ ലാലേട്ടൻ? ഇനി പറയണ്ട ഒന്നും. ഞാൻ പറയാം, ലാലേട്ടൻ വന്നിട്ട് എന്തെങ്കിലും ഒരു ഗെയിമും കളിച്ച് അങ്ങ് പോവുക, അത്രയും ചെയ്താൽ മതി. ആരെങ്കിലും ഔട്ടാക്കണമെങ്കിൽ ഔട്ടാക്കിയിട്ട് ടിക്കറ്റ് ഫിനാലയുടെ ടിക്കറ്റും കൊടുത്ത് ലാലേട്ടൻ ലാലേട്ടൻ ഇനി ഒന്നും പറയണ്ട. ഞാൻ പറയണം, ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട. എനിക്ക് തന്നെ വിഷമം വരുന്നു. ലാലേട്ടൻ്റെ കയ്യിൽ നിന്നല്ലേ ട്രോഫി മേടിക്കേണ്ടത്? ആ ലാലേട്ടനെയാണ് കിടന്ന് കമന്റ് സെക്ഷനിൽ കിടന്ന് ചീത്ത വിളിക്കുക പുള്ളിക്കാരനെ. എന്തിന്? ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ചീത്ത വിളിക്കണം നിങ്ങൾ? ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഈ കണ്ടസ്റ്റൻസ് പുറത്തേക്ക് ഇറങ്ങുമ്പം ശരിക്കുമുള്ള ചീത്ത അവർക്ക് കിട്ടും. ഇനി അവരെ ചീത്ത വിളിക്കും ഇതെല്ലാം കഴിഞ്ഞ ശേഷം. ബാക്കി അറ്റാക്ക് മൊത്തം കിട്ടാൻ പോണത് ഈ നിങ്ങൾ ആര് സപ്പോർട്ട് ചെയ്യണം അവർക്കാണ്. ഇനി ജീവിതകാലം മൊത്തം ഇതിൻ്റെ അറ്റാക്കും കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ അയ്യോ എന്ത് എൻ്റർടൈൻമെൻ്റ്! ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആണോ? തലവേദന. എനിക്ക് എപ്പിസോഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറയാൻ പോലും എനിക്ക് തോന്നണില്ല. എനിക്ക് അത്രയ്ക്ക് മടുപ്പായി. കാര്യം തന്നെയല്ലേ, ഈ ലൈവ് മൊത്തം ഇരുന്ന് കണ്ടിട്ട് ഞാൻ 6:30 തൊട്ട് ഇത് ചെവിയിൽ വെച്ച് കേട്ടോണ്ടിരിക്കുന്നേടാ. എനിക്കൊരു പരിധിയില്ലേ? 6:30 തൊട്ട് നെഗറ്റിവിറ്റി. 6:30 തൊട്ട് തുടങ്ങിയതാണ്. ആദിലയും നൂറയും കൂടെ തുടങ്ങിയ തുടക്കലാണ്. പിന്നെ അങ്ങോട്ട് ആ നിവിൻ എങ്ങോട്ടേക്കാണ് പോണത്? എനിക്ക് തോന്നുന്നു നിവിൻ പോകുന്ന ഉറപ്പിച്ച് തന്നെ ചെയ്ത് കൂട്ടുന്നതാ എനിക്ക് തോന്നുന്നു. കാര്യം നിവിൻ അറിയാം PR പുറത്തുണ്ട്, PR പുള്ളിക്കാരൻ എഗൻസ്റ്റ് ആയിട്ട് കളിക്കും എന്നുള്ളത് നിവിൻ നന്നായിട്ട് അറിയാം. സാബുമാൻ അവിടെ വളരെ സൂക്ഷ്മമായിട്ട് സേഫ് ഗെയിം കളിച്ച് പോകുന്നുണ്ട്. അപ്പുറത്ത് ചാടും ഇപ്പുറത്ത് ചാടും. സ്വന്തമായിട്ട് ഒരു നിലപാടുമില്ല. അത് അങ്ങനത്തെ ഒരാൾ ഇതിൻ്റെ ഇടയിൽ. അങ്ങനെ രാവിലെ 8:10 എനിക്ക് ഒരു താല്പര്യമില്ലാതാണ് ഞാൻ ചെയ്യണം കേട്ടോ. 8:10 രാവിലെ തക്കാളി ചോറ് ഉപ്പിട്ട് ഭക്ഷണം കഴിക്കുന്ന ആര്? നമ്മുടെ അനീഷൊക്കെ ഉപ്പിട്ട് ചോറ് ഇങ്ങനെ കഴിക്കണം കേട്ടോ. കഷ്ടം തോന്നി കേട്ടോ കണ്ടപ്പോൾ സത്യം. പക്ഷെ ഇന്നലെ രാത്രിയിൽ തക്കാളി ചോറും
കഞ്ഞിയും പയറും ഒക്കെ അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. ഇവർ അക്ബർ പറയണമെന്ന് ഒരു വാക്ക് നിങ്ങൾ എന്നോട് ചോദിച്ചില്ലല്ലോ, നമ്മൾ ഉണ്ടാക്കി തരുമായിരുന്നല്ലോ. ഇവർ ഭക്ഷണവും കഴിച്ച് പോയി കിടന്ന് ഉറങ്ങി, എല്ലാവരും ഒന്നും പറഞ്ഞില്ല. ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, ഇന്നലത്തെ എപ്പിസോഡിൽ ഇവർക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, ഒരു വിശപ്പും ഉണ്ടായിരുന്നില്ല. ആദിലെ നൂറയൊക്കെ ഒളിച്ചു കളിക്കുന്നു, അനീഷിനെ ലോക്ക് ചെയ്യുന്നു, ഇവർ പ്രാങ്ക് പ്ലാൻ ചെയ്യുന്നു, അപ്പോഴൊന്നും ഇവർക്ക് ഒരു പ്രശ്നവും ഇല്ല. രാവിലെ ആയപ്പോഴാണ് ഇവർക്ക് പ്രശ്നം വന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? അതാണ് തെളിവ്, ഇന്നലത്തെ എപ്പിസോഡാണ് തെളിവ്. പക്ഷെ അങ്ങനെ അല്ലല്ലോ പുറത്ത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അനീഷ് 2 നേരം മാത്രം ഫുഡ്. അപ്പോൾ ആദിലെ നൂറെ ഇതെന്താണിത്, എന്ത് വൃത്തികെട്ട ക്യാപ്റ്റൻസാണ്, മോശം. അപ്പോൾ ഷാനവാസ് ചൂണ്ടിക്കാണിക്കണം. ഇതിൻ്റെ ഇടയിൽ കൂടെ ആദിലെ നൂറയും പാലെടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ. അതാണ് അവർക്ക് ഗ്യാസ് കയറിയത് രാവിലെ. അങ്ങനെ പിന്നെ ആദിലേക്ക് രാവിലെ മെഡിസിനും ഉണ്ട്, ആദിലേക്കല്ല സോറി നൂറയ്ക്ക്. അത് കഴിഞ്ഞ് അനീഷ്, നിങ്ങൾ 3 പേരും എന്താണ് ചെയ്യണമെന്ന് പറഞ്ഞത് ആര്യൻ? അപ്പോൾ ആര്യം കിടന്നുറങ്ങണം, ആര്യന് കൈ വയ്യ. നിങ്ങളല്ലേ കിച്ചൻ്റെ ഉത്തരവാദിത്വം എടുത്തത്. അപ്പം നൂറ വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കും അങ്ങോട്ട്. അപ്പം അക്ബർ, ഇന്നലെ നിങ്ങൾ 7 മണിക്ക് കഴിച്ചിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ, നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഉണ്ടാക്കി തരാമായിരുന്നല്ലോ. അപ്പം നൂറ, എനിക്ക് വേണ്ട, എനിക്ക് കഞ്ഞിയൊന്നും വേണ്ട, വേറെ ഒന്നും പണിയില്ല. അപ്പം ആര്യൻ, 8 മണിക്ക് എങ്ങനെയാണ് രാവിലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി തരുന്നത്? 8 മണിക്ക് ചായ അല്ലേ ഉണ്ടാക്കി തരുന്നത്? അപ്പം നൂറ, ഫുഡും മെഡിസിനൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട്, രാവിലെ 8 മണിക്കാണേ, ഗ്യാസ് കയറിയിട്ട് ഇവിടെ ഇരിക്കാൻ വയ്യ. അപ്പോൾ ആര്യൻ, ഇത് മനഃപൂർവ്വം നിങ്ങൾ ചെയ്യുന്നതല്ലേ, നമുക്ക് എങ്ങനെ രാവിലെ 8 മണിക്ക് നമുക്ക് എങ്ങനെ കാപ്പി ഉണ്ടാക്കി തരാൻ പറ്റും? അപ്പോൾ ആര്യൻ, പ്രശ്നം മാത്രം ഉണ്ടാക്കി, നിങ്ങൾ ഫ്ലോർ ക്ലീൻ ചെയ്തായിരുന്നോ? ഫ്ലോറിൻ്റെ കാര്യം ഒന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഷാനവാസ്, നടക്കില്ല മോനെ, നടക്കില്ല, നീ നടക്കില്ല, പറ്റത്തില്ല അത് പറയാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് അനീഷ്, ഇത്രയും നേരവും ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി, നിങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ നോക്ക്. അത് കഴിഞ്ഞിട്ട് ഇവിടെ അനു ക്യാപ്റ്റൻ ആക്കിയപ്പോൾ എന്തായിരുന്നു എല്ലാത്തിനും, എവറ്റകളൊക്കെ ക്യാപ്റ്റൻ ആക്കിയാൽ ഇങ്ങനെ ഇരിക്കും, മനസ്സിലായ? അപ്പോൾ ഷാനവാസ്, 2 ദിവസം ഇതൊക്കെ തകർന്ന് മണ്ണടിയുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ ആതിര 3 വാഴകൾ അവിടെ നിൽക്കുന്ന കണ്ടില്ലേ? ഷാനവാസ് അനുവിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ നോക്കുകയാണ്. അനു, ഈ 3 എണ്ണത്തിനെയും കൊണ്ട് ക്യാപ്റ്റൻ ആക്കാതിരിക്കണം നല്ലത്, വേറെ പണിയൊന്നുമില്ല. അത് കഴിഞ്ഞ് നിവിൻ പാലും ഇതും കൂടെ എടുത്ത് കഴിക്കുന്നു. എന്തുവാണ് നിവിൻ പക്ക ഇവിടെ നെഗറ്റീവ് ആവാൻ നോക്കണ പോലെ തോന്നി. അത് കഴിഞ്ഞ് ആര്യൻ 3 പേരോട് സോറി പറയണം. ആര്യൻ നിന്റെ കൂടെ സേഫ് ഗെയിം കളിക്കുക, ജയിൽ നോമിനേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ടയേർഡായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ആദില, നിന്നെ ഒന്നും പറഞ്ഞില്ലടാ, ആര്യനാണ് ഇന്നലെ ഒരു വക ചെയ്യാത്തത് കിച്ചണിൽ, നിവിൻ മാത്രമാണ് നിന്ന് കിച്ചണിൽ ഡ്യൂട്ടി ചെയ്തത്. എന്നിട്ട് ആദ്യം നേരെ പ്ലേറ്റ് തിരിക്കണം നോക്കിയേ, നിങ്ങളെ ഒന്നും പറഞ്ഞില്ല. ആ നിവിനും അക്ബറുമാണ് ഒന്നും ചെയ്യാത്തത്. അപ്പോൾ അവിടെ നിവിൻ, എന്തായാലും കഞ്ഞിയും പയറും മതി കേട്ടോ, അല്ലെങ്കിൽ അപ്പോൾ അക്ബർ ചോറ് വെക്കാം. ചോറെങ്കിൽ ചോറ്, ഒരു കറി മതി. എൻ്റെ പൊന്നു നിവിനെ, ഒരു കറി എല്ലാവരും കഴിച്ചിട്ടുണ്ട്, അവിടെയുള്ള എല്ലാ ആൾക്കാരും ഒരു കറി വെച്ച് ചോറ് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് നിങ്ങൾക്കെതിരായിട്ടുള്ള മാക്സിമം അവരുണ്ടാക്കാൻ നോക്കും. അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് ആവല്ലേ എൻ്റെ നിവിനെ? അപ്പോൾ സാവുമാൻ പാല് ചോദിക്കുന്നു. എടാ നിങ്ങൾക്കുള്ള പാലുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ അവർ ഫുഡ് കഴിക്കുന്നുണ്ട്, ഫുഡ് മതിയായി എന്ന് പറയുന്നുണ്ട്, കഴിക്കാതിരിക്കുന്നുണ്ട്. ആദിലേയും നൂറയും ദോശയും ചെറുപയർ കറിയാണ് അവർക്ക് കൊടുക്കുന്നത്. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ് 11:30 അവർ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയാണ്. എന്ത് ഫുഡ്? ചോറ്. അപ്പോൾ ഷാനവാസ്, എന്താണ് ഫുഡ്? എന്താണ് ഫുഡ്? അത് പാവയ്ക്കക്കറി, ഇത് മാത്രമേ ഉള്ളോ? വേറെ കറിയൊന്നുമില്ലേ? മാസ്ഡാ, കറിയില്ലേ വേറെ? ഇതേ ഉള്ളു കറി, ഇതേ വെക്കാൻ പറ്റത്തുള്ളൂ. ആര് പറഞ്ഞ്? എന്തൊക്കെയാണുള്ളത്? എന്തൊക്കെയാണുള്ളത് പറയൂ. ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ നിവിൻ, ഇതേ ഉണ്ടാക്കാൻ പറ്റൂ. ഇവിടെ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് കിടക്കുകയാണ്, ഒരു കറിയെ ഉണ്ടാക്കാൻ പറ്റൂ. ഇത് നിവിൻ പറഞ്ഞ കാര്യം, ഞാൻ കിച്ചൺ ക്യാപ്റ്റനാണ്, ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങളുടെ ദാഷ്ട്യം ഇവിടെ നടക്കത്തില്ല. ആര് കേൾക്കുന്നു? എല്ലാവരും കേൾക്കട്ടെ. ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് പറ, ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് പ്രേക്ഷകരോട് പറ. ഉണ്ടാക്കാൻ പറ്റൂല, 3-4 കറി ഉണ്ടാക്കാനേ. ഇത് ഹോട്ടലൊന്നും അല്ല, ഇത് ഗെയിമിലാണ്, നമ്മൾ ഗെയിമിലേക്കാണ് വന്നേക്കുന്നത് കേട്ടാ. നിങ്ങൾക്ക് സമയത്ത് ഫുഡ് കിട്ടും, അതിനുള്ള ഒരു കറി വെച്ചിട്ടുള്ള ചോറ് തരും. പറ്റത്തില്ല, നിങ്ങൾ മര്യാദയ്ക്ക് 2-3 കറി ഉണ്ടാക്ക്. അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കര വഴക്ക് നടക്കുന്നുണ്ട്. ചെറ്റത്തരം കാണിക്കാതെ ചെറ്റേന്ന് വിളിക്കുന്നുണ്ട്, പോടിയെന്ന് വിളിക്കുന്നുണ്ട് ഷാനവാസ്. അങ്ങനെ ഷാനവാസ് അവിടെ മാസിന്റെ പൊടിപൂരാവയാണ്. ഇത് നിവിന് പകരം അനീഷായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഷാനവാസ് തീർന്നേനെ ഇന്നത്തോടു കൂടി. മനസ്സിലായില്ലേ? ഷാനവാസിന്റെ കാര്യം കളി കഴിയുമായിരുന്നു. പക്ഷെ നിവിൻ ആയതുകൊണ്ടും പുറത്ത് ഫാൻസ് ഇല്ല, PR ഇല്ലാത്തത് കൊണ്ടും മിക്കവാറും നിവിൻ തന്നെ ഇതിനകത്ത് നെഗറ്റീവ് ആവും. അത് കഴിഞ്ഞ ശേഷം അനു ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അക്ബർ. അപ്പോൾ അക്ബർ, എടീ എൻ്റെ ഈ 2 കൈ കൊണ്ടല്ലേ നിനക്ക് ദോശ ഉണ്ടാക്കി തന്നത്, മര്യാദയ്ക്ക് കഴിച്ചിട്ട് പോകുന്നെങ്കിൽ പോടി, വേറെ പ്രശ്നം ഉണ്ടാക്കാൻ വരാതെ. അപ്പോൾ അടനെ നിവിനും അനുവും കൂടെ അവിടെ, എന്താടി പ്രശ്നം? മാറിയിക്കടാ അങ്ങോട്ട്, വാനാറിയിട്ട് വയ്യ, അല്ല ടൂത്ത് പേസ്റ്റ് എടുത്ത് പല്ല് കഴിക്കാൻ അങ്ങോട്ട് മാറങ്ങോട്ട്, വാനാറിയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അനു. അത് കഴിഞ്ഞ ശേഷം ടാസ്ക് വരെയാണ്. ടാസ്കിൻ്റെ ഇടയ്ക്ക് അവരുടെ ഹൈറ്റിൻ്റെ ഡിഫറൻസ് കാരണം അവർ തിരിച്ച് വീട്ടിലേക്ക് വിടുകയാണ്. ആ സമയത്താണ് ഷാനവാസും നിവിനും കൂടെ അടുത്ത് വഴക്കുണ്ടാവുന്നത്. അതായത് മുട്ട എടുത്തവർ ബോയിൽ ചെയ്ത് കഴിക്കുകയാണ് പെമ്പിള്ളേർ. അപ്പോൾ നിവിൻ ചോദിക്കാൻ വേണ്ടി പോവുകയാണ്, ആരോട് ചോദിച്ചിട്ടാണ് മുട്ട എടുത്തത്, എത്ര മുട്ട എടുത്തു? അപ്പോൾ സാവുവൻ മിണ്ടുന്നില്ല. അപ്പോൾ ഷാനവാസ്, അവിടെയും ഇവർ മനഃപൂർവ്വം നിവിനെതിരെ കളിക്കുകയാണ്. പക്ഷെ അത് കാണുമ്പോൾ ഷാനവാസായിട്ട് തോന്നും. സത്യം പറഞ്ഞാൽ നിവിൻ കിച്ചൺ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ചോദിക്കാൻ വരുന്നതാണ്, എത്ര മുട്ട എടുത്തു. പക്ഷെ സൗകര്യമില്ല പറയാൻ, സൗകര്യം. നീ എന്ത് ചെയ്യും? സംഭവം വിഷയമാണ് ചർച്ച ചെയ്യേണ്ടത്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ആൾക്കാരെയാ. ഈ ആൾക്കാർ ചെയ്യുമ്പോൾ അത് മാസ്, മറ്റാൾക്കാർ ചെയ്യുമ്പോൾ അത് നെഗറ്റീവ്, അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നോ, എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യും? മുട്ട എടുത്താൽ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റും. പിന്നെ ടൈഗർ
നീ തീർന്ന് ടൈഗർ. അപ്പോൾ അത് എന്താടാ അതിന് അനു കൈകൊണ്ട് തട്ടി അനു നിവിനായിട്ട് വഴക്കുണ്ടാവുന്നു. അത് കഴിഞ്ഞ് അനു പെൺപിള്ളേരെ അടുത്താണ് നമ്മൾ വന്നേക്കുന്നത്. എപ്പോഴും ആൺകുട്ടി പെൺകുട്ടി എന്ന് പറയും ഈ അനു എന്ന് പറഞ്ഞ ആള്. ഷാനവാസ് മാസറൊക്കെയാണ്. നീ വെറും നിവിൻ നീ വെറും മാസ് കാണിക്കലാടാ ഷാനവാസ്. നിവിൻ ഇനി പാടാ ഇപ്പൊ നിവിൻ പോടാ കോമാളി, നീ പോയി കോമാളി നീ പോയിട്ട് പാടുന്ന നിൽക്ക്, മൺചട്ടി തലയിൽ കമത്ത്, കാക്കയെങ്കിലും വന്നിട്ട് 10 നെല്ലെങ്കിലും കഴിക്കട്ടെ. ചൂളം അടിക്കുന്നു ഇങ്ങനെ കളിക്കുന്നത്. നിന്റെ നാടകം നീ പോയിട്ട് നിന്റെ നാടകമാണ് നാടകം, നീ ഭൂലോക ഫേക്കാണ് എന്ന് ഷാനവാസ് നിവിൻ്റെ അടുത്ത്. ഞാൻ ഫേക്കാണ് ആണോടാ? നിൽക്കടാ പോടാ കോമരമേ, നീ ഒരു കോമഡാണ്. പോടി ചെറ്റത്തരം കാണിക്കുന്നു ചെറ്റെന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ ഷാനവാസ്. നിന്നെ കൊണ്ട് വെപ്പിക്കും, കറി വെപ്പിക്കാൻ എനിക്ക് അറിയാം, നിന്നെ കൊണ്ട് ഞാൻ വെപ്പിക്കും. അപ്പം നിവിൻ ഞാൻ വെച്ചില്ലല്ലോ, ആരല്ലേ വെച്ചത്, ഞാൻ വെച്ചില്ല, എന്നെ കൊണ്ട് വെപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറേ വഴക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പെൺകുട്ടിയുടെ നെഞ്ചത്ത് കയറുകയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങളെ പെങ്ങൾ കുട്ടിയൊക്കെ നിങ്ങളുടെ വീട്ടിൽ പോയി കളിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ കുറേ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ടാസ്ക് ചെയ്യാൻ പോകുന്നു. ടാസ്കിൽ ആരും ജയിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ സംഭവം വരുന്നത്. അതായത് ആര്യൻ ഇവിടെ എല്ലാവരും എണീപ്പിക്കാൻ നോക്കുന്നു. അപ്പം അനു ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പം നിവിൻ വെള്ളം കൊണ്ടുപോവാ, എണീക്കടി. ഞാൻ എണീക്കില്ല, നീ എന്ത് ചെയ്യടാ, എണീക്കടി, എന്ത് ചെയ്യും നീ, വെള്ളം തളിക്കുന്നു. ആഹാ എന്ന് പറഞ്ഞ് നിവിനെ പോയിട്ട് പിടിക്കുന്നു. നിവിൻ്റെ ദേഹത്തേക്ക് വെള്ളം ഒഴിക്കുന്നു. നിവിൻ പാത്രം കൊണ്ട് വെള്ളം ഒഴിക്കുന്നു. അപ്പം ഇതൊക്കെ അച്ഛനും അമ്മയും നേരെ ചൊവ്വേ വളർത്താത്തതുകൊണ്ടാണ്. ഇതൊക്കെ അച്ഛനും അമ്മയും നേരെ ചൊവ്വേ വളർത്താത്തുള്ള പ്രശ്നമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്, അറിയോ? അച്ഛനും അമ്മയും നേരെ ചൊവ്വേ വളർത്താത്തുള്ള പ്രശ്നം. നീ ആരാടാ, നീ ഇങ്ങനെയാണോടാ? അപ്പോൾ ഷാനവാസ് എന്താടാ കാണിച്ചത്, നീ എന്താ കാണിച്ചത്? അപ്പോൾ അനീഷ് എന്താണ് കാണിച്ചത്, വ്യക്തമായോ എനിക്ക് പറഞ്ഞു തരണം. ഇത് കണ്ടോ നിങ്ങൾ അനീഷ് ചേട്ടാ, എൻ്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചത് കണ്ടോ? നിവിൻ ചോദിക്കുകയാണ്. അപ്പോൾ ഷാനവാസ് അല്ല, നിന്നോട് വെള്ളം തളിക്കാൻ ആരാ പറഞ്ഞത്, ഞാൻ ഇവിടെ ആദിലേക്ക് തളിക്കലുണ്ടല്ലോ. അപ്പൊ അക്ബർ ആദിലേക്ക് എൻ്റെ മുഖത്ത് കളിക്കലുണ്ടല്ലോ, അത് ഉറങ്ങിയ ആൾക്കല്ലേ, ഉറങ്ങാത്ത ആൾക്കാരുടെ നേരെ എന്തിനാണ് വെള്ളം തളിച്ചത്? അത് വെള്ളം തളിക്കലുണ്ട്, നിങ്ങൾ കൂടി ന്യായീകരിക്കണ്ട. അത് കഴിഞ്ഞ ശേഷം അനു കരച്ചിൽ തുടങ്ങി. ഇതൊക്കെ അച്ഛനും അമ്മയും നേരെ വളർത്താത്തിന്റെ പ്രശ്നമാണ് കേട്ടോ. ഞാൻ ഉറങ്ങിയാ എനിക്ക് പീരീഡ്സ് ആണ്, ഞാൻ ചെറ്റക്കുള്ളിൽ വളർന്നതാണ്, അത് നിങ്ങൾക്ക് അപ്പോൾ ഉടനെ ഷാനവാസ് ചെറ്റത്തരമാണ് അവൻ കാണിക്കുന്നത്, പ്യുവർ ചെറ്റത്തരമാണ് അവൻ കാണിക്കുന്നത്. അപ്പൊ നിവിൻ എന്നെ പിടിച്ച് മാന്തി, അതൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് അവിടെ വഴക്കുണ്ടാക്കുന്നു. അവസാനം ഇവിടെ നീ ഒരു പെണ്ണാണോ, അല്ല പെണ്ണല്ല, സ്ത്രീയെ അതേടാ ഞാൻ സ്ത്രീയാണ്, നീ ആദ്യം പുരുഷനാവാൻ നോക്ക്. ജെൻഡർ കാർഡ് ഇറക്കല്ലേ മോളെ, ജെൻഡർ കാർഡ് ഇറക്കരുത് കേട്ടോ, ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ. നിന്നെ കാണിച്ചു തരാടാ, പുറത്തിറങ്ങട്ടെ, നിന്നെ കാണിച്ചു തരാം, നോക്കിക്കോ. അപ്പൊ നിന്റെ മനസ്സിലെ ദുഷിപ്പ് നീ സോറി പറഞ്ഞോടി, നീ ഇതുവരെ അക്ബറിനോട് കാണിച്ചൊരു സോറി പറഞ്ഞോ? ഇന്നത്തെ സ്ത്രീകളുടെ ഇടയിൽ നീ ഇങ്ങനത്തെ കുറെ സ്ത്രീകളുണ്ട്, ആണും പെണ്ണും ഒന്നിച്ചിരിക്കുമ്പോൾ തന്നെ വൃത്തികെട്ട രീതിയിൽ അവരെ മോശം ചിത്രീകരിക്കുന്നത്. ബെഡിൽ നീ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയത്, അഭിഹിതം പറഞ്ഞുണ്ടാക്കിയില്ലേടി? എന്താണ് അതിനുള്ള ഞാനും അല്ല നീ ശൈത്യം കൂടെ ബെഡിൽ കിടന്നപ്പോൾ നമ്മൾ പറഞ്ഞുണ്ടാക്കിയോ? അതാണ് നീയും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. അനീഷ് മിണ്ടാതിരിക്കും അനീഷ് ചേട്ടാ, ഞാൻ പറയട്ടെ. അപ്പം നീ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ, സദാചാര പോലീസ്, അടങ്ങി അവിടെ ഇരിക്ക് എന്നൊക്കെ നീയും പറയുന്നുണ്ട് കേട്ടോ. അത് ഏറ്റവും കൂടുതൽ ജെൻഡർ കാർഡ് ഇറക്കിയത് നീയാണ് കേട്ടോ. നീ ആരിനും ആ പെങ്കൊച്ചിനും ചേർത്ത് എന്ത് വൃത്തികളൊക്കെ അടി പറഞ്ഞത്, നീയും പറഞ്ഞല്ലോടാ, നിന്റെ ബോധം പോകുന്നു എന്നൊക്കെ. എടി നിന്നെ ഉണ്ടല്ലോ സദാചാര ഗ്രൂപ്പിൽ നീ ചേരാൻ പോവേലേ, നിനക്കൊരു നാട മുറിക്കാനെങ്കിലും കിട്ടുമോ? നിന്റെ ഒരു നാട മുറിക്കാനെങ്കിലും വിളിക്കുമോ? അപ്പം അനു 30 കൊല്ലമായി ഞാൻ ജീവിക്കുന്നത്, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും വീട്ടുകാരും എല്ലാം ഉണ്ടടാ, എല്ലാവർക്കും എന്നെ അറിയാം കേട്ടോ. എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയണത്? ആളാണോ നിന്റെ വായിന്ന് ഇങ്ങനെയൊക്കെ വരുന്നത്? ഇവിടെ ഒരു ക്വാളിറ്റി വേണം കുട്ടി, ഒരു ക്വാളിറ്റി കേട്ടാ. അപ്പോൾ ഉടനെ തന്നെ നീയൊക്കെ ഒരു ആണാണോടാ? അപ്പോൾ ഉടനെ തന്നെ ഞാൻ ആണാണ്, എനിക്ക് മീശയുണ്ട്, താടിയുണ്ട്, എന്തെങ്കിലും നിനക്ക് പ്രശ്നമുണ്ടോ? അപ്പോൾ അതില് മോളെ ക്യാരക്ടർ നമ്മൾ അളക്കേണ്ട ജെൻഡറിലല്ല കേട്ടല്ലോ, അങ്ങനെ പറയരുത്. ഞാൻ ഇനിയും പറയും. അങ്ങനെ അവിടെ വഴക്ക് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അനു പിണക്കം. അപ്പോൾ ആരും വന്നിട്ട് വെസൽ ഡ്യൂട്ടി എല്ലാവരും ചെയ്യണേ. വെസൽ ഡ്യൂട്ടി ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. വെസൽ അത് അനുവല്ലേ, ചെയ്യിപ്പിക്കാം. അത് കഴിഞ്ഞ് സാബ്മാൻ, നിങ്ങൾ രണ്ടുപേരും എങ്ങനെ ഫ്രണ്ടായി? അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡിയോളജി ഒട്ടും മാച്ച് അല്ലല്ലോ, അതല്ലേ ഗെയിം. ഫ്രണ്ടാവണതൊക്കെ ഗെയിമിൻ്റെ ഭാഗമല്ലേ, പിന്നെ അപ്പോഴെന്താ ഐഡിയോളജി ഇരിക്കുന്നു? അപ്പോൾ അനീഷ് എന്താണ് അനു നീ ഇങ്ങനെ പോയിരിക്കുന്നത്, നിനക്ക് പനി പിടിക്കൂലേ? ഇല്ല ചേട്ടാ ഞാൻ വരുന്നില്ല, ഞാൻ 2 മണിക്കൂർ ഞാനിവിടെ ഇരിക്കും, 2-3 മണിക്കൂർ. പക്ഷെ അകത്ത് ഇവിടെ നൂറയും ആതിരെയും വഴക്കിടുമെന്ന് അറിഞ്ഞില്ല. ആ 3 മണിക്കൂർ ഞാൻ പുറത്ത് ഞാൻ ഇരിക്കും, എനിക്ക് അവരെ ഫേസ് ചെയ്യാൻ പറ്റൂല, എനിക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ആദിലയും നൂറയും ഷാനവാസും സാവുമാനൊക്കെ, ഷാനവാസ് അക്ബറിനൊക്കെ ഇന്ന് നന്നായിട്ട് ഏര് കിട്ടി. അപ്പോൾ ആര്യൻ ബാത്റൂം ടീം ഒന്നൊന്ന് ബാത്റൂം കഴുകണം കേട്ടോ, ഫ്ലോറും കഴുകണേ. അപ്പം നൂറ പറഞ്ഞിട്ടൊന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല, നമുക്ക് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അക്ബർ ഫ്ലോർ ഒന്ന് ക്ലീൻ ചെയ്യണേ. പിന്നെ ഇപ്പം തന്നെ ചെയ്യും നമ്മൾ. അത് കഴിഞ്ഞ് സാവുമാൻ ഏറ്റവും മോശം ക്യാപ്റ്റന്മാർ തന്നെ കേട്ടോ, പണിയെടുക്കണണ്ട കഷ്ടം, നമുക്കിവിടെ വെറുതെ ഇരിക്കാം. അപ്പം നൂറ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അതിൽ പിന്നെ ബാഡ് ക്യാപ്റ്റൻസി
അയ്യേ ഒരു പട്ടി വിലയില്ലാത്ത കുറെ ക്യാപ്റ്റന്മാർ ഇറങ്ങിയത് ഇവർ മൂന്നിനും പണിയെടുക്കുകയാണ്. അപ്പോൾ ആര്യൻ എടാ ഒന്ന് ബാത്റൂം ക്ലീൻ ചെയ്യണേ. അപ്പോൾ അനീഷ് അനീഷേട്ടാ ബാത്റൂം ഒന്ന് ക്ലീൻ ചെയ്യണേ. ഞാൻ ക്ലീൻ ചെയ്തിരുന്നല്ലോ, എന്നെ മാത്രം എന്തിനാ എപ്പോഴും പറയുന്നത്. അത് കഴിഞ്ഞ് നൂറ ബേബി പോയിട്ട് നാരങ്ങ എടുക്ക്. അവരുടെ മുന്നിൽ വെച്ച് തന്നെ പോയി എടുക്കണം. കോമൺ നാരങ്ങ അങ്ങ് എടുത്തോണം. എന്ത് ചെയ്യും ഞാൻ നോക്കട്ടെ, നമുക്ക് ട്രിഗർ ചെയ്യാം, മോശം ക്യാപ്റ്റൻ എന്നും പറയാം. ഓക്കെ. അപ്പോൾ ആദ്യം പോയിട്ട് നാരങ്ങ വെള്ളം കലക്കണു. ആരും മൈൻഡൊന്നും ചെയ്യണില്ല. അപ്പം നിവിൻ വന്നിട്ട് നാരങ്ങ എടുത്തോളൂ, മുട്ട എടുക്കണ്ട കേട്ടോ. അപ്പോൾ അത് ചീറ്റിപ്പോയി. അപ്പോൾ അനീഷ് മുട്ട എനിക്ക് വേണം. എന്തുകൊണ്ട് എനിക്ക് മുട്ട കിട്ടിയില്ല, എന്തുകൊണ്ട് എനിക്ക് മുട്ട കിട്ടിയില്ല, പറയൂ പറയൂ. അയ്യോ അനീഷേട്ടാ എല്ലാവർക്കും മുട്ടയുണ്ട്, നിങ്ങളുടെ മുട്ട അവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് തരാം. ഇല്ല, ഇതുവരെ ഇങ്ങനത്തെ ഒരു ക്യാപ്റ്റന്മാരെ ഞാൻ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് നൂറ ചെറുനാരങ്ങയുടെ കാലിൽ അടിയായടി. അപ്പം അതില നന്നായി, നമ്മളെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. അപ്പം അക്ബർ എടാ ഡ്യൂട്ടി ചെയ്യണം കേട്ടോ, ഡ്യൂട്ടി ചെയ്യാതെ ഭക്ഷണം കിട്ടാൻ പോണില്ല കേട്ടോ. അപ്പം നൂറ പറ്റൂല പറ്റൂല പറ്റൂല, നമുക്ക് ചെയ്യാൻ പറ്റൂല, നമുക്ക് നാളെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഭക്ഷണവും ഇല്ല, ഭക്ഷണം വേണ്ട, നിങ്ങളുടെ ഭക്ഷണം വേണ്ട, നമ്മൾ വെച്ചുണ്ടാക്കി കഴിക്കും. അതിനാണല്ലോ ബിഗ് ബോസ് നമുക്ക് ഭക്ഷണം തരുന്നത്. നിങ്ങളുടെ ഫുഡിൻ്റെ ആവശ്യമൊന്നുമില്ല. ഫുഡ് നിഷേധിക്കരുത് അക്ബർ, ഫുഡ് നിഷേധിക്കരുത്. അപ്പോൾ അക്ബർ നമ്മളിവിടെ ആരും ഇവിടെ ജോലി ചെയ്യുന്നില്ല, നമ്മൾ മാത്രമാണ് ജോലി ചെയ്യുന്നത്. അത് ശരിയാണോ അനീഷേട്ടാ? ആ ഫുഡ് നിഷേധിക്കാൻ പാടില്ല. അപ്പോൾ ആര്യൻ ഇയാൾ എന്തെന്നായി പറയണത്, ഫുഡ് തരും, ഫുഡ് നിങ്ങൾക്ക് കഴിക്കാം. ഇനി നിങ്ങളുടെ ഫുഡൊന്നും എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചോളാം, എനിക്ക് നിങ്ങളുടെ ഫുഡൊന്നും വേണ്ട. ആര്? നമ്മുടെ നൂറ. എനിക്ക് ഫുഡ് വേണ്ട. അപ്പം എനിക്ക് ഫുഡ് വേണം, ഫുഡ് കഴിക്കാതെ അവിടെ ഇരിക്കൂ, അത്രേ ഉള്ളൂ. ഫുഡ് കഴിക്കാതെ നമുക്ക് വേണ്ട, നമ്മൾ ഓറഞ്ചൊക്കെ കഴിച്ചോളാം. അപ്പോൾ ആര്യൻ ഇനി 3 ദിവസം ഓറഞ്ച് വെച്ച് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഫുഡ് കഴിക്കാതെ അവിടെ വെച്ചേക്കുന്നു. നൂറ എന്തായിരുന്നാലും എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തിയ അമ്പും വില്ലും ഒന്നും നടന്നില്ല. രാത്രിയാണെങ്കിൽ ആര്യൻ എടാ ഒരു കോമഡി പറയട്ടെ അക്ബറിനോട്. എന്താടാ എടാ ഇപ്പോൾ എവിടെയാണെന്ന് അറിയാമോ നമ്മുടെ ഡ്രാമ? എവിടെ എടാ നോക്കടാ പിങ്ക് സോഫയുടെ ബാക്കിൽ. എൻ്റെ പൊന്നേ, അപ്പോൾ PR പുറത്ത് മേളമായിരിക്കും അല്ലേ? തകർക്കും. അയ്യോ ഇവിടെ തന്നെ വിന്നറാക്കിക്കോ, അതാണ് നല്ലത്. ഇത്രയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നു PR പുറത്ത് ഇന്ന് ആഘോഷമായിരിക്കും അവർക്ക് എന്ന് പറഞ്ഞ് എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അയ്യോ അതുവരേക്കും ബായ്.